കർണാടകത്തിലെ BJPയുടെ മുഖമായ കർണാടകത്തിൽ BJPയെ വളർത്തിയ യെദ്യൂരപ്പ പാർട്ടി വിട്ടുപോയി വേറൊരു പാർട്ടി KJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. അവർക്ക് തെറ്റ് പറ്റിയതാണോ, മനഃപൂർവ്വം രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. സംശയം മാത്രമാണ് കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എങ്കിൽ അവരുടെ കോൺഫിഡൻസിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. 2008-ലും 2013-ലും 2018-ലും BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള അരവിന്ദ് ലിംബാവാലിയാണ് അവിടെ ജയിച്ചത്. വളരെ കൗതുകരമായിട്ടുള്ളൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ കൂടി ഇതുപോലത്തെ ഒരു സാഹചര്യമുണ്ട്. 8 മണ്ഡലമുണ്ട്. ബാംഗ്ലൂർ സെൻട്രലിൽ ആദ്യത്തെ 7 മണ്ഡലങ്ങളുടെ വോട്ട് കൂട്ടിയപ്പോഴത്തേക്ക് അവിടെ കോൺഗ്രസ് മുന്നിട്ട് നിന്നു. ഗുൽബർഗയിൽ ആദ്യത്തെ 7 മണ്ഡലങ്ങളുടെ വോട്ട് കൂട്ടിയപ്പോൾ അവിടെ BJP മുന്നിട്ട് നിന്നു. 2025 ഓഗസ്റ്റ് മാസം 7-ാം തീയതി നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024-ലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി അധികാരത്തിൽ വന്നത് വോട്ടേഴ്സ് പട്ടികയിൽ തിരിമറി കാണിച്ചിട്ടാണ്, അതിന് ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ആരോപണം. അതുമൂലം അവർക്ക് സംഭവിച്ചത് 35,000-ൽ താഴെ വോട്ടിന് BJP ജയിച്ച 25ഓളം മണ്ഡലങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതായിരുന്നു എന്നും അതുകൊണ്ടാണ് ഇന്ന് BJPയുടെ നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി അധികാരത്തിലിരിക്കുന്നത് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആ ഒരു വാദം പുള്ളി സാധൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പിളായിട്ട് എടുത്ത ഒരു മണ്ഡലമാണ് കർണാടക സ്റ്റേറ്റിലെ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം. ആ മണ്ഡലം സാമ്പിളായിട്ട് എടുക്കാനുണ്ടായ കാര്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ സെൻട്രലിൽ 8 നിയമസഭാ സെഗ്മെൻറ്റുകളുണ്ട്. നമ്മൾക്കിപ്പോൾ കേരളത്തിലൊരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ സെഗ്മെൻറ്റുകളാണുള്ളത്. പക്ഷേ ഇവിടെ 8 ഉണ്ട്. ആ 8 നിയമസഭാ സെഗ്മെൻറ്റുകളിലെ 7 എണ്ണത്തിലും കോൺഗ്രസിനായിരുന്നു ലീഡ്. അവസാനത്തെ ഒരു മണ്ഡലമായ മഹാദേവപുര, അവിടുത്തെ വോട്ട് കൊണ്ടാണ് BJP ഈ ഒരു കോൺഗ്രസിൻ്റെ ലീഡ് കവർ ചെയ്തത് എന്നാണ് പറയുന്നത്. അതിൽ അസ്വാഭാവികതയുണ്ട്. അതുതന്നെയല്ല, അവർക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ് ബാംഗ്ലൂർ സെൻട്രൽ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ബാംഗ്ലൂർ സെൻട്രൽ കോൺഗ്രസിന് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലമാണോ, മഹാദേവപുര അവർക്ക് അനുകൂലമായിട്ടുള്ള മണ്ഡലമാണോ, അതുപോലെ തന്നെ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും അവർക്ക് ലീഡ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അതിന് അവർക്ക് വിജയസാധ്യത ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ ആ വോട്ട് ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാംഗ്ലൂർ സെൻട്രൽ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞ ഒരു 4 തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു വോട്ടിൻ്റെ ചിത്രം നമുക്ക് ഒന്ന് നോക്കാം. അതായത് 2009 അവിടെ ജയിച്ചത് BJP ആണ്. 35,200 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJP ജയിച്ചത്. 2014-ലും BJP തന്നെയാണ് ജയിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം 1,37,500 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു. അതുപോലെ തന്നെ 2019-ലെ തെരഞ്ഞെടുപ്പിൽ 70,900 വോട്ടിൻ്റെ ഭൂരിപക്ഷം BJPക്ക് ലഭിച്ചു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2024-ലെ തെരഞ്ഞെടുപ്പിൽ, അതായത് വിവാദമായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ 32,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ BJP ജയിച്ചത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4 തെരഞ്ഞെടുപ്പിലും BJPക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ചത് PC മോഹൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. PC മോഹനും BJPക്കും നല്ല സ്വാധീനമുള്ളൊരു മണ്ണ് തന്നെയാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്നത്. അവർക്ക് നല്ല സ്വാധീനം ഉണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ നിയമസഭാ മണ്ഡലമായിട്ടുള്ള മഹാദേവപുരയുടെ കാര്യത്തിലേക്കും കൂടി ഒന്ന് നോക്കാം. 2008, 2013, 2018, 2023 ഈ 4 തെരഞ്ഞെടുപ്പിലും അവിടെ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. 2008-ലും 2013-ലും 2018-ലും BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള അരവിന്ദ് ലിംബാവാലിയാണ് അവിടെ ജയിച്ചത്. 23-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള മഞ്ജുളയാണ് ജയിച്ചത്. അതായത് 23-ലെ തെരഞ്ഞെടുപ്പ് നമുക്ക് അറിയാം, കർണാടകത്തിൽ കോൺഗ്രസിന് ഒരു ക്ലീൻ സ്വീപ്പ് വിക്ടറി കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ പോലും മഹാദേവപുരയിലെ ഏകദേശം 45,000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ശ്രീമതി മഞ്ജുള ജയിച്ചിട്ടുള്ളത്. പിന്നെ 2013-ലെ തെരഞ്ഞെടുപ്പിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. കർണാടകത്തിലെ BJPയുടെ മുഖമായ കർണാടകത്തിൽ BJPയെ വളർത്തിയ
യെദ്യൂരപ്പ പാർട്ടി വിട്ടുപോയി വേറൊരു പാർട്ടി KJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പോലും ഈ മഹാദേവപുരയിൽ കോൺഗ്രസിന് അന്ന് BJPക്ക് ഭരണം നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഒരു 40 സീറ്റിൽ ഒതുങ്ങിപ്പോവുകയും ചെയ്തൊരു തെരഞ്ഞെടുപ്പാണ് 2013. ആ തെരഞ്ഞെടുപ്പിൽ പോലും മഹാദേവപുര BJPക്കൊപ്പം നിന്ന ഒരു മണ്ഡലമാണ്. ബാംഗ്ലൂർ സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിൻ്റെയും അതുപോലെ തന്നെ മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിൻ്റെയും മുൻകാല തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ് പറയുന്ന അവർക്ക് ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലമാണെന്ന് പറയുന്നതിൽ വലിയ കഴമ്പ് ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബാംഗ്ലൂർ സെൻട്രലിലെ നിയമസഭാ സെഗ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് നോക്കാം. സർവജ്ഞ നഗർ 1, CV രാമൻ നഗർ 2, ശിവാജി നഗർ 3, ശാന്തി നഗർ 4, ഗാന്ധി നഗർ 5, രാജാജി നഗർ 6, ചാമരാജ്പേട്ട് 7, മഹാദേവപുര 8. അങ്ങനെ മൊത്തം നഗറുകളാണ്. 6 നഗറും 1 പെട്ടും 1 പുരയുമാണുള്ളത്. അപ്പം ഇനി ഇവിടെ നമുക്ക് ഈ മണ്ഡലങ്ങളിൽ ഓരോ പാർട്ടിക്കും എത്ര വോട്ടിൻ്റെ ലീഡാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇവർ പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിന് 7 മണ്ഡലങ്ങളിലും 7 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡുണ്ടോ ഇരുന്നോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് സർവജ്ഞ നഗറിൽ 74,244 വോട്ടിൻ്റെ ലീഡ് കോൺഗ്രസിനാണ്. രണ്ടാമത്തെ മണ്ഡലമായിട്ടുള്ള CV രാമൻ നഗറിൽ BJPക്കാണ് ലീഡ്, 20,114 വോട്ട്. മൂന്നാമത്തെ മണ്ഡലമായിട്ടുള്ള ശിവാജി നഗറിൽ കോൺഗ്രസിനാണ് ലീഡ്, 27,521 വോട്ടിൻ്റെ ലീഡ്. നാലാമത്തെ മണ്ഡലമായിട്ടുള്ള ശാന്തി നഗറിലും കോൺഗ്രസിനാണ് ലീഡ്, 20,338 വോട്ടിൻ്റെ ലീഡ്. അഞ്ചാമത്തെ മണ്ഡലമായിട്ടുള്ള ഗാന്ധി നഗറിൽ BJPക്കാണ് ലീഡ്, 23,324 വോട്ടിൻ്റെ ലീഡ്. ആറാമത്തത് രാജാജി നഗറിലും BJPക്കാണ് ലീഡ്, 39,429 വോട്ടാണ് അവിടെ BJPയുടെ ലീഡ്. ഇനി ചാമരാജ്പേട്ടിൽ കോൺഗ്രസിനാണ് ലീഡ്, 42,153 വോട്ടിൻ്റെ ലീഡാണ് കോൺഗ്രസിന് അവിടെയുള്ളത്. ഇനി ലാസ്റ്റ് മണ്ഡലം അത് നമ്മുടെ മഹാദേവപുരയിൽ BJPക്ക് 1,15,046 വോട്ടാണ് BJPക്ക് അവിടെ ലീഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് 7 മണ്ഡലങ്ങളിലും കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം എന്ന് പറയുന്നതിൽ വസ്തുതാപരമായിട്ട് തെറ്റുണ്ട്. പിന്നെ അവർ പറയുന്നൊരു സാങ്കേതികതയിൽ ചിലപ്പം ഇത് ശരിയായിരിക്കാം. അവിടെ 4 മണ്ഡലത്തിൽ BJPയും 4 മണ്ഡലത്തിൽ കോൺഗ്രസുമാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. 7 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച ഭൂരിപക്ഷം ഒറ്റ മണ്ഡലത്തിലെ വോട്ട് കൊണ്ട് കവർ ചെയ്തു, അതിൽ കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ ഇതേ സെയിം പാറ്റേണിലുള്ള മറ്റൊരു മണ്ഡലം കർണാടക സ്റ്റേറ്റിൽ തന്നെയുണ്ട്. കർണാടക സ്റ്റേറ്റിലെ പാർലമെൻറ്റ് മണ്ഡലമായിട്ടുള്ള ഗുൽബർഗ ലോക്സഭ മണ്ഡലത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഗുൽബർഗയിലും ഇതുപോലെ തന്നെ ബാംഗ്ലൂർ സെൻട്രലിലെ പോലെ തന്നെ 8 നിയമസഭാ സെഗ്മെൻറ്റുകളാണുള്ളത്. ആ 8 നിയമസഭാ സെഗ്മെൻറ്റുകളിൽ ഇതുപോലെ 7 വോട്ട് കൂട്ടുമ്പോഴത്തേക്ക് അവിടെ ലീഡ് BJPക്കാണ്. ഏകദേശം ഒരു 22,000-23,000 വോട്ടിൻ്റെ ലീഡ് BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ ഒരു മണ്ഡലമായിട്ടുള്ള ഗുൽബർഗ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് എണ്ണിയപ്പോഴത്തേക്ക് അവിടെ കോൺഗ്രസിന് കിട്ടിയത് 51,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. അവിടെ അവർക്ക് ഈ BJPയുടെ ലീഡിനെ കവർ ചെയ്യാനും 27,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അവിടെ ജയിക്കുകയും ചെയ്തു. ഈ 2 മണ്ഡലങ്ങളുടെയും ആ ഒരു രീതി ഒരേ പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മണ്ഡലം ഇവിടെ കാണിക്കുന്നത്. നമുക്കിനി ഈ ഗുൽബർഗ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 അഫ്സൽപൂർ, 2 ജവാർഗി പേരൊക്കെ ഇച്ചിരി പാടാൻ കേട്ടോ പറയാനായിട്ട്. പിന്നെ 3ാമത്തത് ഗുർമിത്കൽ, 4ാമത്തത് ചിറ്റാപൂർ, 5ാമത്തത് സെദാം, 6ാമത്തത് ഗുൽബർഗ റൂറൽ, 7ാമത്തത് ഗുൽബർഗ ദക്ഷിൺ, 8ാമത്തത് ഗുൽബർഗ. അങ്ങനെ 8 മണ്ഡലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു വോട്ടിൻ്റെ രീതിയും കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂർ സെൻട്രലിൽ എങ്ങനെയാണ് നമ്മൾ നോക്കിയത്, അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ മണ്ഡലത്തിലെയും ഭൂരിപക്ഷം നമുക്ക് നോക്കാം. അഫ്സൽപൂർ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ BJPയാണ് ലീഡ്, 20,629 വോട്ടിൻ്റെ ലീഡ് അവർക്ക് അവിടെ കിട്ടി. 2ാമത്തത് ജാവർഗി എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിലും BJPക്കാണ് ലീഡ്. അവിടെ അവർക്ക് 5,026 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി.
മൂന്നാമത്തെ മണ്ഡലം ഗുർമിത്കൽ, അവിടെയും BJP ആണ് ലീഡ് ചെയ്തത്. 16,222 വോട്ടിൻ്റെ ലീഡാണ് BJPക്ക് കിട്ടിയത്. നാലാമത്തെ മണ്ഡലമായ ചിറ്റാപൂരിലെ കോൺഗ്രസിനാണ് ലീഡ്. അവിടെ അവർക്ക് 16,340 വോട്ടിൻ്റെ ലീഡുണ്ട്. അഞ്ചാമത്തത് സെദാം, ആ മണ്ഡലത്തിൽ കോൺഗ്രസിനാണ് ലീഡ്. അവിടെ അവർക്ക് 9,207 വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട്. ആറാമത്തെ മണ്ഡലമായിട്ടുള്ള ഗുൽബർഗ റൂറലിൽ അവിടെയും കോൺഗ്രസിനാണ് ലീഡ്. അവർക്ക് അവിടെ കിട്ടിയത് 2,077 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. ഇനി അടുത്തത് ഏഴാമത്തെ മണ്ഡലമായിട്ടുള്ള ഗുൽബർഗ ദക്ഷിൺ, ആ മണ്ഡലത്തിൽ അവിടെ BJPക്കാണ് ലീഡ്. 9,288 വോട്ട് BJPക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് മണ്ഡലമായിട്ടുള്ള ഗുൽബർഗയിലാണ് കോൺഗ്രസ്, അവർക്കവിടെ 51,729 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർക്കവിടെ കിട്ടി. അപ്പം ആദ്യത്തെ 4 മണ്ഡലത്തിലെ വോട്ടും BJPക്ക് ലീഡ് ലഭിച്ച 4 മണ്ഡലത്തിലെ വോട്ടും കോൺഗ്രസിന് ലഭിച്ച ആദ്യത്തെ 3 മണ്ഡലത്തിലെ വോട്ടും കൂടി കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം 23,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് BJPക്ക് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ 8ാമത്തെ മണ്ഡലത്തിലെ വോട്ട് എണ്ണിയപ്പോഴത്തേക്ക് അവിടെ കോൺഗ്രസിന് മികച്ച രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടുകയും 51,729 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ BJPക്ക് കോൺഗ്രസിന് കിട്ടി. അതുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ജയിച്ചത്. ഈ ഒരു ഗുൽബർഗ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ആ ഒരു കണക്ക് ഞാനിവിടെ കാണിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂർ സെൻട്രലിലെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടുമായിട്ട് സെയിം പാറ്റേണിലുള്ള ഒരു മണ്ഡലമാണ് ഈ ഗുൽബർഗ എന്ന് പറയുന്നത്. ബാംഗ്ലൂർ സെൻട്രലിൽ 8 മണ്ഡലമുണ്ട്, ഗുൽബർഗയിലും 8 മണ്ഡലമുണ്ട്. ബാംഗ്ലൂർ സെൻട്രലിൽ ആദ്യത്തെ 7 മണ്ഡലങ്ങളുടെ വോട്ട് കൂട്ടിയപ്പോഴത്തേക്ക് അവിടെ കോൺഗ്രസ് മുന്നിട്ട് നിന്നു. ഗുൽബർഗയിൽ ആദ്യത്തെ 7 മണ്ഡലങ്ങളുടെ വോട്ട് കൂട്ടിയപ്പോൾ അവിടെ BJP മുന്നിട്ട് നിന്നു. ബാംഗ്ലൂർ സെൻട്രലിൽ അവസാനത്തെ വോട്ടെണ്ണിയപ്പോഴത്തേക്ക് BJP ജയിച്ചു. ഗുൽബർഗയിൽ അവസാനത്തെ മണ്ഡലത്തിലെ വോട്ടെണ്ണിയപ്പോഴത്തേക്ക് കോൺഗ്രസ് ജയിച്ചു. അതുകൊണ്ടാണ് ഞാനിതൊരു സെയിം പാറ്റേൺ ആണ് എന്ന് ഞാൻ പറഞ്ഞത്. ബാംഗ്ലൂർ സെൻട്രലിലെ ഈ ഒരു 7-1 എന്നുള്ള ആ ഒരു തിയറി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് വളരെ കൗതുകരമായിട്ടുള്ളൊരു മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഈ കേരളത്തിൽ 2 മണ്ഡലങ്ങളിൽ കൂടി ഇതുപോലത്തെ ഒരു സാഹചര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒന്നാമത്തെ മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ സെഗ്മെൻറ്റുകളാണുള്ളത്. അതിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം, പാറശാല, കോവളം, ഈ 6 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് കൂട്ടുമ്പോഴത്തേക്ക് അവിടെ രാജീവ് ചന്ദ്രശേഖർ 7,551 വോട്ടിൻ്റെ ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖറിനുണ്ട്. 7ാമത് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന ആ ഒരു മണ്ഡലത്തിലെ വോട്ട് അവിടെ ശശി തരൂരിന് 22,613 വോട്ടുണ്ട്. അപ്പോൾ 6 കൂട്ടി നോക്കുകയാണെങ്കിൽ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ പോലെ കൂട്ടി നോക്കുകയാണെങ്കിൽ 6 കൂട്ടി നോക്കുമ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുകയും നെയ്യാറ്റിൻകരയുടെ ചേർന്നപ്പോഴത്തേക്കാണ് ശശി തരൂർ വിജയിക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഒരു മണ്ഡലമാണ് മാവേലിക്കരയിൽ 7 നിയമസഭാ മണ്ഡലമാണുള്ളത്. അതിൽ മാവേലിക്കര, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, ചെങ്ങന്നൂർ, കുട്ടനാട്, ചങ്ങനാശ്ശേരി ഒഴിച്ച് ബാക്കി ഈ 6 നിയമസഭാ മണ്ഡലങ്ങളുടെ വോട്ട് കൂട്ടി നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 6,900 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉള്ളത് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺകുമാറിനാണ്. ചങ്ങനാശ്ശേരിയിലെ 16,450 വോട്ടിൻ്റെ ലീഡ് കൂടി ചേർക്കുമ്പോഴത്തേക്കാണ് അവിടെ അടൂർ പ്രകാശ് 10,868 വോട്ടിന് വിജയിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ സംബന്ധമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് കുറച്ച് ഡേറ്റകൾ പരിശോധിച്ചു. ആ പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ ഈ ഡേറ്റകളിൽ വസ്തുതാപരമായിട്ടുള്ള എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ അത് ഒന്ന് ചൂണ്ടിക്കാണിക്കണം നിങ്ങൾ. അതുപോലെ തന്നെ അങ്ങനെ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും വേണം. പിന്നെ ഈ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാനിത് ആലോചിക്കണം. പക്ഷേ പല കാരണങ്ങളും കൊണ്ട് അതങ്ങ് മുന്നോട്ട് തള്ളിപ്പോയി. പക്ഷേ അതുകൊണ്ടൊരു പുതിയൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാൻ പറ്റി. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആക്ഷേപം ഉന്നയിച്ച അപ്പോൾ അതേപോലെ തന്നെ ഉള്ളൊരു ആക്ഷേപമായിരുന്നു 2024 മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അന്ന് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു വലിയൊരു വിജയമാണ്
ഉണ്ടായത്. അപ്പോൾ ആ വിജയത്തിലും ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ എടുത്ത അതിനെ ആധാരമാക്കിയ ഒരു രേഖ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് സർവേയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന CSDS എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ഡേറ്റയാണ്. അവർ പറയുന്നത് പല മണ്ഡലങ്ങളിലും 35 തൊട്ട് 40% വരെ വോട്ട് വർധനവ് ഈ 6 മാസം കൊണ്ട് ഉണ്ടായെന്നുള്ളതായിരുന്നു അവർ പുറത്തുവിട്ട റിപ്പോർട്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനും കൂടി ബേസ് ചെയ്തിട്ടാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CSDSൻ്റെ ഒരു ഉന്നതനായിട്ടുള്ള ആള് സഞ്ജയ് കുമാർ എന്ന് പറയുന്ന ആള് ഇത് എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ഒരു സംഭവം അവർക്ക് വസ്തുതാപരമായിട്ട് അവർക്ക് പെശക് സംഭവിച്ചതാണ്, അവർ ഡേറ്റ എടുത്തപ്പോൾ പറ്റിയതാണ്, അതുകൊണ്ട് ഇത് എല്ലാവരും അവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് അവരിട്ടിട്ടുണ്ട്. അത് ഈ ഒരു വർധനവിൻ്റെ കാര്യം ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ രാജ്യത്ത് മറ്റുള്ള ഏജൻസികളൊക്കെ സർവേ നടത്തിയിട്ട് അവർക്ക് മനസ്സിലായതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 തൊട്ട് 6% വരെയുള്ള വർധനവേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. പക്ഷേ ഇവർ എടുത്തത് 35 തൊട്ട് 40% വരെ പല മണ്ഡലങ്ങളിലും വോട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വർദ്ധിപ്പിച്ച വോട്ട് കൊണ്ടാണ് BJP പല മണ്ഡലങ്ങളിലും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ സമ്മതിച്ചു അവർക്കത് ആ ഒരു സർവേയിൽ അവർക്ക് തെറ്റ് പറ്റിയതാണ്. ഇതിൽ അവർക്ക് തെറ്റ് പറ്റിയതാണോ മനഃപൂർവ്വം രാഹുൽ ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. സംശയം മാത്രമാണ് കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എങ്കിൽ അവരുടെ കോൺഫിഡൻസിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തെ പല ഏജൻസികളും 4 തൊട്ട് 6 എന്നുള്ള ആ ഒരു വർധനവിൻ്റെ കണക്ക് പറയുമ്പോൾ ഇവർ മാത്രം 35 തൊട്ട് 40% വരെ എന്ന് പറയുമ്പോൾ ആ ഒരു സർവേ ഉയർത്തി കാണിക്കുക രാഹുൽ ഗാന്ധി അതെടുത്ത് കാണിക്കും എന്നുള്ള അവരുടെ ആ ഒരു മുൻവിധി, ആ ഒരു കോൺഫിഡൻസ് അതിനെ അംഗീകരിച്ച് കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെയാണുവെങ്കിൽ, തെറ്റിദ്ധരിപ്പിച്ചതാണുവെങ്കിൽ